ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ, നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാണ്ടിരിക്കുകയാണോ? അതല്ലെങ്കിൽ 4G ഫോൺ മാറ്റിയിട്ട് 5G ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 23-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓഫറിൽ നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ പറ്റും. ബഡ്ജറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20,000-30,000 രൂപയൊക്കെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള സെയിൽ നടക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിലും ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും 23-ാം തീയതി സെപ്റ്റംബർ 23, 2025 നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഡേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 18-ാം തീയതിയാണ്. എല്ലാ രീതിയിലുള്ള സ്മാർട്ട് ഫോൺ മാത്രമല്ല, എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഓഫറുണ്ട്. അത്യാവശ്യം നല്ല ഓഫറുണ്ട്. SBI കാർഡും അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫർ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ മേടിക്കാൻ പറ്റും. ഒരുപാട് നല്ല ഓഫറുകളുണ്ട്. എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മാസം സെപ്റ്റംബർ 23-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രൈം മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 22-ാം തീയതി തൊട്ട് ആമസോൺ മെമ്പർഷിപ്പ് ഉള്ളവർക്കൊക്കെ, പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്കൊക്കെ അതിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും 5Gയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 4G ഒന്നും ഇപ്പോൾ ആർക്കും പറ്റുന്നില്ല. 4Gയുടെ സ്പീഡൊന്നും ആർക്കും ഇപ്പം പറ്റുന്നില്ല. അപ്പം 5G ആണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അത്യാവശ്യം എല്ലാ സ്മാർട്ട് ഫോണും ഇപ്പം 5Gയിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫോണായി കഴിഞ്ഞാലും, സാംസങ് ഇപ്പോൾ ഒരു ബ്രാൻഡായിട്ടുള്ള ഫോൺ, ചെറിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു 7,000 രൂപ മുതൽ സാംസങ്ങിൻ്റെ 5G ഫോണൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ അത്യാവശ്യം നല്ല ഓഫറിൽ വീഴും. ഒരു 10,000-നും 20,000-നും ഇടയിലുള്ള ഫോണുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ. അപ്പോൾ ഐഫോണൊന്നും ഇപ്പോൾ എടുക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം ചെറിയ ഫോണുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണൊന്നും ഐഫോൺ ഇറക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കുന്ന ബ്രാൻഡായിട്ടുള്ള സ്മാർട്ട് ഫോൺ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ആണ്. സാംസങ്ങിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോണുകൾ ഒരുപാട് ഓഫറിലുണ്ട്. 10,000-നും 20,000-നും ഇടയിൽ വരുന്ന ബഡ്ജറ്റ് വരുന്ന ഫോണുകൾ ഒരുപാടുണ്ട്. നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്മാർട്ട് ഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ റിവ്യൂ അതൊന്ന് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ സെർച്ച് ചെയ്താൽ കിട്ടും. ആ റിവ്യൂകളൊന്ന് കാണുക. അതിനെ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്ന ഫോണുകൾ അതിൽ സെർച്ച് ചെയ്യുക. അതായത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഓഫർ രണ്ടിലും സെർച്ച് ചെയ്യുക. ഒരേ സെയിം ഹാൻഡ്സെറ്റ് തന്നെ, സെയിം സ്മാർട്ട് ഫോൺ തന്നെ രണ്ടിലും സെർച്ച് ചെയ്യുക. ഏതാണ് നിങ്ങൾക്കുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓഫറുകൾ നോക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, സെല്ലർ ഏതാണെന്ന് കൂടി നിങ്ങൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഡിസ്ക്രിപ്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വായിച്ച് നോക്കുക. ഫുള്ളായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. കാർഡ് വെച്ചായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫറിലാണ് കിട്ടുന്നത്. ഒരുപാട് ആക്സിസ് കാർഡിൻ്റെ ഉണ്ട്, ICICI ഒക്കെ ഉണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ തന്നെ സാംസങ് ഗാലക്സി AI ഒക്കെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ പ്രൊവൈഡ് ബൈ. അതുകൊണ്ട് അത്യാവശ്യം സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിനേക്കായ ആമസോണിലായിരിക്കും റേറ്റ് കുറയാൻ സാധ്യത. S24 S25 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ. അതേ കണക്ക് തന്നെ ഐഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ GST വ്യത്യാസം വന്നതുകൊണ്ട് ഒന്നും അറിയില്ല. അതും 23-ാം തീയതിക്ക് ശേഷമാണ് അത് ഇട്ടേക്കുന്നത്. നമുക്ക് പുതിയ GST നിരക്ക് 22-ാം തീയതി തൊട്ടാണ് നമുക്ക് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും നോക്കുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട്
ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം 23-ാം തീയതിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ മാക്സിമം ഫോൺ പർച്ചേസ് ചെയ്യാൻ നോക്കുക. 5G ഫോണിലേക്ക് മാറാൻ നോക്കുക. 4G ഫോണൊക്കെ ഒരുവിധമൊക്കെ ഇനിയിപ്പോൾ ആരും യൂസ് ചെയ്യാൻ സാധ്യതയില്ല എന്നല്ല, എന്താ പറയുക, എല്ലാവർക്കും ഇപ്പം എല്ലാം ഫാസ്റ്റായിട്ടല്ലേ വേണുള്ളത്. ആർക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യം ഉള്ളവരല്ലല്ലോ. അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 23-ാം തീയതി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻസും സെല്ലറെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സ്മാർട്ട് ഫോൺ വാങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.